ഇന്ത്യൻ വ്യോമയാന രംഗത്ത് പുതിയൊരു വഴിത്തിരിവിന് തുടക്കം കുറിച്ച് രാജ്യത്തെ ആദ്യ സമഗ്രമായി വാണിജ്യ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പരമ്പരാഗത വിമാനയാത്രാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും കൂടുതൽ സുലഭമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പദ്ധതി രാജ്യത്തെ ഗതാഗത മേഖലയ്ക്ക് ഒരു പുതിയ അധ്യായം തുറക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ദ്വീപുകളും തീരപ്രദേശങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കും. ഈ മഹത്തായ പദ്ധതിയുടെ ആദ്യഘട്ടം ലക്ഷദ്വീപിൽ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദ്വീപുകൾ തമ്മിലുള്ള യാത്രാ സൗകര്യങ്ങൾ പരിമിതമായ ഈ പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ കുറഞ്ഞത് 5 പ്രധാന ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യം. ഇതിലൂടെ ദ്വീപുകളിലെ സ്വദേശികൾക്കും വിനോദസഞ്ചാരികൾക്കും യാത്ര എളുപ്പമാവുകയും അടിയന്തര സേവനങ്ങൾക്കുള്ള പ്രതികരണ സമയം കുറയുകയും ചെയ്യും. കൂടാതെ ലക്ഷദ്വീപിനെ ഇന്ത്യൻ ഭൂപ്രദേശവുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കാനും ഇത് സഹായിക്കും. സീപ്ലെയിൻ സർവീസുകൾ നടത്തുന്നതിനായി ഇന്ത്യയുടെ വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ DGCAയിൽ നിന്ന് ഔദ്യോഗിക അനുമതി നേടിയിരിക്കുന്നത് സ്കൈഹോപ്പ് ഏവിയേഷൻ ആണ്. ഇതോടെ ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ വിമാന കമ്പനി എന്ന ബഹുമതി സ്കൈഹോപ്പിന് ലഭിച്ചു. ഈ അനുമതി ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ നവീകരണത്തിന് വഴിയൊരുക്കുന്ന ഒരു പ്രധാന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. സാധാരണ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സീപ്ലെയിനുകൾക്ക് വെള്ളത്തിൽ നിന്ന് തന്നെ പറന്നുയരാനും വെള്ളത്തിൽ തന്നെ ഇറങ്ങാനും കഴിയും. അതിനാൽ വലിയ റൺവേകളോ ആധുനിക വിമാനത്താവളങ്ങളോ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇത് അടിസ്ഥാന സൗകര്യ വികസനം പരിമിതമായ പ്രദേശങ്ങളിൽ വലിയ നേട്ടമാണ്. ലക്ഷദ്വീപ് പോലുള്ള ദ്വീപുകളിൽ റൺവേ നിർമ്മാണം പ്രയാസകരമായതിനാൽ സീപ്ലെയിനുകൾ ഏറ്റവും അനുയോജ്യമായ ഗതാഗത മാർഗമായി മാറുന്നു. കൂടാതെ പ്രകൃതിയെ ബാധിക്കാതെ കുറഞ്ഞ ചിലവിൽ സേവനം ആരംഭിക്കാനും ഇത് സഹായിക്കും. ആദ്യഘട്ടത്തിൽ ഏകദേശം 19 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ ശേഷിയുള്ള വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുക. ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമായ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സീപ്ലെയിനുകൾ യാത്രക്കാരെ സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്രാനുഭവത്തിലേക്ക് നയിക്കും. കൂടാതെ കടൽ മേഖലകളിലൂടെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്നതും ഈ യാത്രയുടെ പ്രത്യേകതയാകും. വിനോദസഞ്ചാരികൾക്ക് ഇതൊരു പുതിയ അനുഭവമാകും. സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ ലക്ഷദ്വീപ് വിനോദസഞ്ചാര രംഗത്ത് വലിയ വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുകയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകുകയും ചെയ്യും. ഹോട്ടൽ വ്യവസായം, ടൂറിസം സേവനങ്ങൾ, ഗൈഡിംഗ്, ജലകായിക വിനോദങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. കൂടാതെ അടിയന്തര ചികിത്സാ സേവനങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കും സീപ്ലെയിനുകൾ ഉപയോഗപ്രദമാകും. ഇന്ത്യയിൽ ഇതിനു മുൻപ് സീപ്ലെയിൻ സർവീസുകളുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും സമഗ്രമായ വാണിജ്യ ശൃംഖലയായി ഇത് നടപ്പാക്കുന്നത് ഇതാദ്യമാണ്. ലക്ഷദ്വീപിലെ ഈ മാതൃക വിജയകരമാകുന്നു എങ്കിൽ ഗോവ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗുജറാത്ത് തീരപ്രദേശം, കേരളം എന്നിവിടങ്ങളിലേക്കും പ്രധാന നദീമാർഗങ്ങളിലേക്കും ഈ സേവനം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളും പരിഗണനയിലുണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള വലിയ നദികളിലൂടെ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കാനുള്ള സാധ്യതകളും പഠനവിധേയമാക്കപ്പെടുന്നു. സീപ്ലെയിൻ സർവീസുകളുടെ ആരംഭം ഇന്ത്യയുടെ ഗതാഗത സംവിധാനത്തെ കൂടുതൽ വൈവിധ്യമാർന്നതും സുലഭവുമായതുമാക്കാനുള്ള വലിയ മുന്നേറ്റമാണ്. ദ്വീപുകളെയും ദൂരപ്രദേശങ്ങളെയും രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്കും വിനോദസഞ്ചാര വികസനത്തിനും ഇത് ശക്തമായ അടിത്തറയൊരുക്കും. ഇന്ത്യയിലെ വ്യോമയാന മേഖലയ്ക്ക് ഒരു പുതിയ യുഗം തുറക്കുന്ന ഈ പദ്ധതി ഭാവിയിൽ കൂടുതൽ നവീകരണങ്ങൾക്കുള്ള വഴികാട്ടിയായി മാറാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.